ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പ്ലോഷൻ ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 27 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു സ്ക്വയർ പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ 3ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്കിവിടെ 9 സ്ക്വയർ പീസുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ 4 പീസ് ഞാനിവിടെ ക്രോസ് ഇട്ടിട്ടുള്ള ആ 4 പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാ ഇതുപോലെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി വരുന്ന ആ 4 പീസുകൾ നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഫോൾഡ് ചെയ്യുന്ന ഭാഗം നല്ല നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ കത്രിക എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ആ ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇനി അതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ചാർട്ട് പേപ്പറിന് പകരമായിട്ട് നിങ്ങൾക്ക് പാറ്റേൺ പേപ്പറുകളൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പറൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ആ കാർഡ്ബോർഡിനേക്കാളും ഒരു 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ ഒക്കെ സൈസ് കൂട്ടിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. എന്നാലേ നമുക്കത് കവർ ചെയ്യാനുള്ള ഒരു പേപ്പർ അതിലുണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിവിടെ ആ കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കോർണറുകളൊക്കെ കട്ട് ചെയ്ത് അതിനൊന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ പേപ്പർ 4 കോർണറും കട്ട് ചെയ്യുമ്പം ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കത് കവർ ചെയ്യാനുള്ള പേപ്പർ ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാ സൈഡും അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഓരോ ഭാഗമായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ആ കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡ് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്നുകൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പറില്ലേ, ആ പേപ്പറിൽ നിന്ന് കുറച്ച് സ്ക്വയർ പീസായിട്ട് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളടുത്ത് സ്ക്രാപ്പ് ബുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ പേപ്പറുകളുണ്ടല്ലോ, കുറച്ച് കട്ടിയുള്ള ടൈപ്പ്, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതില്ലാത്തവരാണെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് പേപ്പറിൽ A4 സൈസ് പേപ്പറുകളിലൊക്കെ നല്ല ഭംഗിയിൽ പാറ്റേൺസ് ഒക്കെ വരച്ചിട്ട് അത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആ 4 പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് സൈഡിൽ ബോർഡറായി കാണുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ 4 സൈഡിലും വരുന്ന കാർഡ്ബോർഡ് പീസുകളിൽ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതുപോലത്തെ 2 പീസ് എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ഓരോന്നും 2 സൈഡിലായിട്ട് ആ ഹോളിൽ കൂടെ ഇട്ടിട്ട് ബാക്ക് സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു സൈഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു എലാസ്റ്റിക് 2 സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ എലാസ്റ്റിക്കും മറ്റേ 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 എലാസ്റ്റിക്കും അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് പുറത്ത് വരുന്ന ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ എലാസ്റ്റിക് വരുന്ന ഭാഗം പുറത്ത് വരുന്നതാണ്. ഇനി അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം.
ഇനി അതിൻ്റെ ആ ഫോൾഡ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഞാൻ ഇതുപോലത്തെ ഒരു ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ബ്ലാക്ക് കളർ പേപ്പർ എടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 സൈഡും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 4 സൈഡും അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ആ ഒരു ഭാഗങ്ങൾ ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പർ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 4 സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് ബ്ലാക്ക് കളർ പേപ്പറാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൻ്റെ താഴ്ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ ലിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 15 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ 4 സൈഡിലും 2.5 സെൻറ്റിമീറ്റർ നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 4 സൈഡിലും വരുന്ന ആ കോർണർ പീസുകൾ ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോ, ആ പീസുകൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആ 4 കോർണറുകളും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ 4 സൈഡിലും വരുന്ന പീസിന് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ കോർണറുകളൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 4 കോർണറുകൾ ഒട്ടിക്കുന്നതിന് മുന്നേ വേണമെങ്കിലും നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒട്ടിച്ചതിന് ശേഷമാണ് ഇവിടെ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് വേറൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ അതിൻ്റെ ലിഡ് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഗിഫ്റ്റ് ബോക്സിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർട്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒട്ടിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ ഫോം ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ റെഡിമെയ്ഡ് റോസ് ഫ്ലവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ട് തന്നെ റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പേപ്പർ വെച്ചിട്ട് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് ഹാർട്ട് ഷേപ്പ് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വൂളൻ ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പാണ്. അപ്പോൾ ഇതുപോലെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അതിൻ്റെ ലിഡിൻ്റെ മുകളിലും ഒരു ഫ്ലവർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ആർട്ടിഫിഷ്യൽ ലീവ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ. നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് അതുപോലെയുള്ളതൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂടെ ഇതുപോലെ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ആളും ഹാപ്പി ആവും, നമ്മൾ കൊടുക്കുന്ന ആളാണെങ്കിലും നല്ല ഹാപ്പി ആവും അല്ലേ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഇതുവരെ ഓൾറെഡി കുറേ ഗിഫ്റ്റ് ഐഡിയാസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, കാർഡുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ട് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി ബുധനാഴ്ചയാണ് കേട്ടോ വീഡിയോ ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.